ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഡോറുകൾ ഇപ്പൊ ഈ ഫൈബർ ഗ്ലാസ് കോമ്പണന്റ് വെച്ചിട്ട് എന്താ പറയുന്ന നമ്മുടെ ജിഐക്ക് പകരം വരെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതിൽ തന്നെ ഒരുപാട് ഗ്രേഡ് ഉണ്ട്. FRP പറഞ്ഞാട്ടെ. FRP ജനറൽ ഗ്രേഡ് വരുന്നുണ്ട്, എന്താണ് ഫയർ ഗ്രേഡ് വരുന്നുണ്ട്, ഫുഡ് ഗ്രേഡ് വരുന്നുണ്ട്. ഫുഡ് ഗ്രേഡ് നിങ്ങൾക്ക് അറിയാലോ, വാട്ടർ ടാങ്ക്. അപ്പൊ അതിനകത്ത് ഫുഡ് ഗ്രേഡ് ഉപയോഗിക്കേണ്ടി വരും. അതേപോലെ തന്നെ വെറ്റീരിയ വരുമ്പോൾ നമുക്കറിയാലോ, അപ്പൊ നമ്മുടെ കടൽ, അതേപോലെ തന്നെ നമ്മുടെ വാഷ്റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ മറൈൻ ഗ്രേഡ് റോ മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടത്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ മറൈൻ ഗ്രേഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. അതാണ് വരിക. ബോട്ടിന്റെ ഒക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അത് തന്നെയാണ് വാഷ്റൂമിൽ വരേണ്ടത്. അത് മനസ്സിലാക്കാതെ ഇതിന്റെ സാധാരണ ആളുകൾ മാർക്കറ്റിൽ ഡോറിൽ വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഗവൺമെന്റ് സെഗ്മെന്റിൽ ഞങ്ങൾ കൊടുക്കുന്നതാണ് മറൈൻ ഗ്രേഡ് കൊടുക്കുന്നത്. അത് തന്നെയാണ് സാധാ ജനങ്ങൾക്ക് ഞങ്ങൾ ഡോർ സെല് ചെയ്യുന്നത്. ഇത് അതിന്റെ ഒരു ഡിസൈൻ മാത്രമാണ്. ഇതിന്റെ തന്നെ നമുക്ക് ഈ വുഡൻ ഡിസൈൻസും അവൈലബിൾ അല്ലേ? ഇവിടെ കുറച്ചേറെ ഡിസൈൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു വുഡൻ ഡിസൈനാണ് ഈ ഇരിക്കുന്നത് അല്ലേ? ശരിക്കും ഇത് പെയിന്റ് ചെയ്തതാണ്. ഓക്കെ, അതൊരു മലിഹ എന്ന് പറഞ്ഞ ഡിസൈനാണ് വരുന്നത്. സിമ്പിൾ ഡിസൈനാണ്, മിനിമൽ ഡിസൈനാണ്. രീതികൾ ആളുകളുടെ ഒക്കെ ഇഷ്ടങ്ങൾ അങ്ങനെയാണ്. മിനിമൽ ഡിസൈൻസ് ആണ് ആളുകൾ കൂടുതൽ ഇതൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന നിലവിൽ അത് മാത്രമല്ല, നമ്മുടെ മൈക്ക അതേപോലെ തന്നെ നമുക്ക് അത് വാൾപേപ്പറൊക്കെ ആയിട്ട് മാച്ചിങ് ആവുന്ന ഗ്രെയിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതിപ്പോ ഒരു ഇന്ത്യയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്പെഷ്യൽ മൈക്ക സെലക്ട് ചെയ്തു ആ ഗ്രെയിൻസുമായിട്ട് ആ കളറുമായിട്ട് മാച്ചിങ് ആവുന്ന രീതി നമുക്ക് എന്ത് ചെയ്യാം, ഡോർ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിൽ ടോട്ടൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരേ മോഡലിൽ തന്നെ എന്ത് ചെയ്യാൻ കിടക്കുന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇത് ഡിസൈൻ ചെയ്ത് ഏതാണോ ഒരു കസ്റ്റമർക്ക്, ഒരു ആർക്കിടെക്ട് ഉണ്ട്, അയാൾ ഇതിന് ഡിസൈൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിസൈൻ ചെയ്യാൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് തന്നെയാണ് ഞങ്ങളത്. ഓക്കെ.